Welcome to my new video, Travel with Neethu. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലേക്ക് സൈഡിലായിട്ട് ഈ ഒരു ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് കൊനിഗ്സി ലേക്കാണ് ട്ടോ. അപ്പോൾ ജർമ്മനിയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ് കൊനിഗ്സി ലേക്ക് എന്ന് പറയുന്നത്. ഇനി ജർമ്മനിയിലെ മാത്രമല്ല ട്ടോ, ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വാട്ടറാണ് നമുക്ക് ഈ ലേക്കിൽ കാണാൻ പറ്റുക കേട്ടോ. എന്ന് വെച്ചാൽ ഈ വെള്ളം എടുത്ത് നമുക്ക് കുടിക്കാം. നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാട്ടറാണ് ഇവിടുത്തെ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിൽ കയറി, ഇപ്പോൾ ഇതാ ഒരുപാട് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബോട്ട് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പോയി നമ്മൾ ഈ ഒരു കൊനിഗ്സിയുടെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് ഉള്ള ഏരിയയിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 35 മിനിറ്റാണ് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഏരിയയിലേക്ക് പോകാൻ വേണ്ടത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള ഈ ഒരു കാഴ്ചയിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് ഈ ഒരു ലേക്കിന് രണ്ട് സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പം ഭയങ്കര ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ലേക്കാണത്. അതിപ്പോൾ നമ്മൾ വീഡിയോയിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നെക്സ്റ്റ് ബാച്ച് ബോട്ട് പോകാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതിനകത്തോട്ട് കയറി ഒരു സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോവാണ്. അപ്പോൾ ഈ ഒരു ഗൈഡാണ് നമ്മുടെ കൂടെ ഇന്ന് ബോട്ടിലുള്ളത് കേട്ടോ. അതുകൂടാണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടുത്തെ പല മൗണ്ടെയിൻസിൻ്റെ ആ ഒരു സ്റ്റോറീസൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പതിയെ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നോട്ടേക്ക് പോയി ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴും ഇവർ നമുക്ക് എക്കോ, അതായത് ഈ ഒരു പ്ലേസിലെ എക്കോ എങ്ങനെയാണ്, സൗണ്ട് എക്കോ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ളത് എക്സാമ്പിൾ കാണിച്ചു തരും കേട്ടോ. പക്ഷേ വീഡിയോയിൽ എത്ര നന്നായിട്ട് നമുക്ക് ആ എക്കോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ശരിക്കും അമേസിങ് തന്നെയായിരുന്നു ഇവർ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ ശരിക്കും രസമാണ് നമുക്ക് ആ ഒരു എക്കോ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു മൗണ്ടൈൻ്റെ ഇടയിൽ കൂടെ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള മൗണ്ടെയിൻ ഏരിയാസൊക്കെ കാണാമല്ലേ. അപ്പോൾ മൗണ്ടെയിൻസിനൊക്കെ ഒരു പേര് കേട്ട സ്ഥലമാണ് ഈ ബവാരിയ സൈഡിൽ. അപ്പോൾ ബവാരിയ സൈഡിലായിട്ടാണ് മെയിനായിട്ട് ഈ ഒരു കൊനിഗ്സി ലേക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുക ആൽപ്സിൻ്റെ ഇടയിലുള്ള ഈ ഒരു മൗണ്ടെയിനും. എന്താ ഇപ്പോൾ നമ്മൾ ആ ഒരു ചർച്ചിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് കാണുന്നത്. നമ്മളിപ്പോൾ പോണത് ഈ ഒരു ചർച്ചിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരൊക്കെ വരുന്ന ഈ ഒരു പോയിന്റ് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇനി മുന്നോട്ട് പോയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മതിയാവും നമുക്ക് ഈ ഏരിയയൊക്കെ ഒന്ന് കണ്ടു നടന്ന് കാണാൻ കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു മൗണ്ടെയിൻ്റെ ഒക്കെ ഒരു കുറച്ചുകൂടി ക്ലോസ് വ്യൂ കിട്ടും. ഇനിയിപ്പോൾ ആ ഒരു ചർച്ച്, അതായത് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ കുറച്ച് സമയം നമുക്ക് ഇരിക്കാനും ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ലാസ്റ്റ് ബോട്ട് ഇവിടുന്ന് പോകുന്നത് 6 മണിക്കാണ്. അപ്പോൾ അതുവരെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ
അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ ബെർchtesgaden എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് ഏരിയയിലായിട്ടാണ് നമുക്ക് ഈ ഒരു കൊനിക്സി ലേക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും ഒക്കെ ഒരു ബോർഡറിലായിട്ടാണ് ഈ ഒരു ലേക്ക് ഉള്ളത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് സൈഡാണ്, അതായത് ഈ ബവാരിയൻ സൈഡിൻ്റെ സൗത്ത് ഈസ്റ്റ് ഏരിയയിലായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ലേക്ക് കാണാൻ പറ്റുക കേട്ടോ. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പിൽ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള വാട്ടറാണ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കാണ്. അതുപോലെ തന്നെ യൂറോപ്പിൽ തന്നെ ഒരു ടോപ്പ് 10, അതായത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 10 ലേക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 10 ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ ഒരു കൊനിക്സി ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇവിടുത്തെ ഈ ഒരു കളറും ഇതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ കണ്ടാൽ മനസ്സിലാവല്ലേ, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ്, ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 8 കിലോമീറ്റേഴ്സ് ആണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 7.7 കിലോമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1.7 കിലോമീറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് കൊച്ചു ലേക്കൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ഡെപ്ത് ഉള്ളൊരു ലേക്കാണിത്. ഏകദേശം 190 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ മാക്സിമം ഡെപ്ത് വരുന്നത് കേട്ടോ. ആവറേജ് ഡെപ്ത് വരുന്നത് 98 മീറ്റേഴ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം വലിയ ഭയങ്കര ആഴക്കുള്ള ഒരു ലേക്ക് തന്നെയാണിത്. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് ഒക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ സേഫ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലേക്ക് തന്നെ എത്ര ഭംഗിയുള്ളതാണെന്ന് മനസ്സിലാവല്ലേ. ബാക്ക് സൈഡിൽ ആ ഒരു മൗണ്ടെയിനും ആ ഒരു ഗ്രീനറിയും അതുപോലെ തന്നെ ആ ഒരു വാട്ടറിൻ്റെ കളർ നോക്കിയാൽ നമുക്ക് ലെയർ ആയിട്ട് തോന്നും. ലൈറ്റ് ഗ്രീന്, കുറച്ചുകൂടി ഡാർക്ക് ഗ്രീനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ഈ ഒരു പ്ലേസ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ. അപ്പോൾ ഇതാണ് ഈ ഒരു കൊനിക്സി ലേക്കിൻ്റെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സെയിൻറ്റ് ബാർത്തലോമസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചർച്ച്. ബാർത്തലോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിൻറ്റിന് ശേഷമാണ് ഈ ഒരു ചർച്ചിന് ഇങ്ങനെ ഒരു പേര് വന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഇവിടുത്തെ ഒരു ചർച്ചാണിത്. ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. ഇവിടുത്തെ ഈ ഒരു ചർച്ച് ആദ്യം ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് 1134 കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1000 വർഷത്തോളമൊക്കെ പഴക്കമുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്നത്തെ കാലത്ത് ഒരു ചാപ്പലായിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് അത് 1697 ഇത് റീബിൽഡ് ചെയ്തിട്ട് ഇതൊരു ബറോക്ക് സ്റ്റൈലിൽ ഇപ്പോൾ കാണുന്ന ഒരു സ്റ്റൈലിലേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ചർച്ച് സൈഡിൻ്റെ ആ ബാക്കിലായിട്ടുള്ള ആ ഒരു വാട്ടർ ഉള്ള ഒരു ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പതിയെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. നന്നായിട്ട് തെന്നി കിടക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നല്ല സമ്മറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനൊന്നും അത്ര പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ അധികം ആൾക്കാരെ ഒന്നും കാണാത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലേക്കിൻ്റെ ഭംഗി വളരെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ബാക്ക് സൈഡിലൂടെ ബോട്ട് പോകുന്ന കാണാമല്ലേ. അപ്പോൾ എല്ലാ 30 മിനിറ്റ്സിലും ഇവിടെ ബോട്ട് സർവീസസ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതായിട്ടുള്ള ബോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ വെള്ളത്തിൽ നല്ല തണുപ്പുള്ള വെള്ളമാണ്, നല്ല ക്ലിയർ വാട്ടർ. നമുക്ക് താഴെ ഇപ്പോൾ കുറച്ചങ്ങ് ദൂരേക്ക് നോക്കിയാൽ നല്ല ആഴമുണ്ട് അവിടെ. പക്ഷെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒട്ടും ആഴമുള്ളതായിട്ട് തോന്നില്ല, കാരണം നമുക്ക് ഫ്ലോർ കാണാം. അത്ര ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലെ തന്നെ വെള്ളം കുടിക്കുന്ന വെള്ളത്തിന് അത്രയും ഈക്വലായിട്ടുള്ള നല്ല ക്ലീൻ വാട്ടറാണെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹാഫ് ഡേ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു പ്ലേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പതിയെ മുന്നോട്ടേക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലേക്ക് സൈഡിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പ്ലേസിൽ നിന്ന് കുറച്ചിങ്ങ് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഒരു വുഡൻ ഇതൊക്കെ ഉള്ള നമുക്കൊരു ഏരിയയിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇവിടെയും ഇരുന്നു. അപ്പോൾ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൗണ്ടെയിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പതിയെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചർച്ചിൻ്റെയും ആ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയുടെയൊക്കെ ബാക്ക് സൈഡാണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതാ ഇപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഭയങ്കര രസമായിട്ട് നമുക്ക് ആ ഒരു മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന ആ ഒരു പുകമഞ്ഞെന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏരിയയുള്ള ആ ഒരു മൗണ്ടെയിൻ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത് കൊനിക്സിയുടെ സൈഡിലായിരുന്നെങ്കിൽ അവിടെ നിന്ന് തന്നെ ബോട്ട് എടുത്ത് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓബർസി കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഓബർസി ഏരിയയാണ്. ഇത് ഏകദേശം നമ്മുടെ ഈ ഒരു കൊനിക്സിയുടെ അവിടെ നിന്ന് ഒരു സൗത്ത് ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സീയാണ് ഓബർസി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കൊനിക്സിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓബർസി ഉണ്ടായത് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് 1.5 കിലോമീറ്റർ മാത്രമേ ഇതിൻ്റെ ലെങ്ത് ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം ഡെപ്ത് വരുന്നത് 51 മീറ്റേഴ്സ് മാത്രമാണ് കേട്ടോ. അതുപോലെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 29 മീറ്റേഴ്സാണ്. അപ്പോൾ കൊനിക്സിയുടെ അത്ര വലുതായിട്ടുള്ള ഒരു ലേക്ക് അല്ല ഓബർസി.
പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഓബർസീ കാണാൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ കൊനിക്സീ വന്ന് കണ്ട് അവിടെ നിന്ന് ബോട്ട് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഈ ഓബർസീ അതായത് ഇങ്ങേ അറ്റം വരെ വരണോ അതോ നമ്മൾക്ക് കൊനിക്സീ വരെ വന്നാൽ മതിയോ എന്നുള്ളത്. അപ്പോൾ രണ്ടിന് ടിക്കറ്റ് റേറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊനിക്സിയിൽ ഇറങ്ങി അവിടുത്തെ കാഴ്ചകൾ കൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറി 30 മിനിറ്റ്സിൽ അവിടെ നമുക്ക് ബോട്ട്സ് ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതായത് നമ്മുടെ മുന്നത്തെ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഓബർസീ കൂടി കാണാനുള്ള ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റത്തെ ബോട്ട് ഇവിടെ നിന്ന് പോകുന്നത് 5:20 അപ്പോൾ 5:20 ആകുമ്പോഴേക്കും നമ്മൾ ഈ ഒരു പ്ലേസ് കണ്ട് തിരിച്ച് കൊനിക്സിയുടെ അവിടേക്ക് അതായത് 20 മിനിറ്റ്സ് ആണ് ഒരു ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് അവിടെ നിന്ന് ഫൈനൽ ബോട്ട് എടുത്ത് നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഓബർസീ കാണണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ കൊനിക്സീ കാണേണ്ടി വരും. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ക്യൂട്ട് ലേക്കാണ് ഓബർസീ. അപ്പോൾ നമ്മൾ വിചാരിക്കുമല്ലേ എന്താണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ഇവിടുത്തെ ലേക്സിനൊക്കെ എന്ന്. അപ്പോൾ ശരിക്കും ഗ്ലേഷ്യർ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു ലേക്സിനൊക്കെ ഇങ്ങനെ ഒരു ഗ്രീനിഷ് കളർ വന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലേക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജർമ്മനിയിലെ തന്നെ 3rd ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ലേക്കാണ് കൊനിക്സീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ആ ബോട്ടിൽ കയറിയിട്ട് ഇനി കൊനിക്സിയുടെ അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കൊനിക്സിയുടെ ഇവിടെ വന്ന് ഇവിടെ ബോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ജർമ്മനിയിൽ ഇത് മാത്രമല്ല ഇനി ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഉണ്ട്, എസ്പെഷ്യലി ഈ ഒരു ബവാരിയ സൈഡിൽ. അപ്പോൾ വേറെ ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 4 to 5 hours നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ടോട്ടലി ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല അടിപൊളി ഫ്രഷ് ഫിഷ് കൊണ്ടുള്ള ഫുഡും നമ്മൾ കഴിച്ചു. അപ്പോൾ അതും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു മൗണ്ടെയിനും ആ ഒരു മഞ്ഞ് മൂടി കിടക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. അപ്പോൾ ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.